കൊലപാതക കേസിൽ കന്നഡ സൂപ്പർ താരം ദർശൻ അറസ്റ്റിൽ. ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. ബംഗളൂരു പോലീസാണ് ദർശനെ അറസ്റ്റ് ചെയ്തത്. രേണുകാസ്വാമിയുടെ മരണം ആത്മഹത്യയെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. തുടർന്ന് ഇത് കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു. വിശദാംശങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, ഇതൊരു ആത്മഹത്യ എന്ന രീതിയിലാണ് തുടക്കത്തിൽ പോലീസ് കരുതിയത്. പിന്നീട് 3 പേർ ഇതൊരു സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട കൊലപാതകമാണെന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നു. ഒടുവിൽ അത് ദർശനിലേക്ക്, സൂപ്പർ താരം ദർശനിലേക്ക് കേസിന്റെ അന്വേഷണം എത്തുകയായിരുന്നു. കൊട്ടേഷൻ കൊലപാതകമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കാരണം, അങ്ങനെ ഈ ഒരു കൊട്ടേഷൻ നൽകാനുള്ള, രേണുകാസ്വാമിയെ കൊലപ്പെടുത്താനുള്ള കാരണമെന്തെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഷംന? കൊലപാതക കേസ് ഈ രേണുകാസ്വാമിയുടെ, ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിയെ കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ഇത് ആത്മഹത്യ എന്ന നിഗമനത്തിലെത്തുന്നു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിയുകയും കന്നഡ സൂപ്പർ താരം ദർശനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ആയിഷത്തുൽ ഷംനയിലേക്ക്. ഷംന, ഇതിന്റെ കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ടോം, ദർശന്റെ സുഹൃത്തും കന്നഡ നടിയുമായ പവിത്ര ഗൗഡയ്ക്ക് ഈ കൊല്ലപ്പെട്ട രേണുകാസ്വാമി നിരന്തരമായി അശ്ലീല മെസ്സേജുകൾ അയച്ചിരുന്നു. ഇതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്ന വിവരം. എന്തായാലും കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ആദ്യമായി പോലീസ് പുറത്തുവിടുന്നത് വിവരം ഇത് തന്നെയാണ്. ഈ ഒരു അശ്ലീല മെസ്സേജുകൾ ദർശന്റെ സുഹൃത്തായ കന്നഡ നടി കൂടിയായ പവിത്ര ഗൗഡയ്ക്ക് ഇയാൾ അയച്ചിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ ഒരു അഴുക്കുചാലിൽ നിന്നാണ് രേണുകാസ്വാമിയുടെ മൃതദേഹം കിട്ടുന്നത്. ആദ്യം ഇതൊരു ആത്മഹത്യയാണെന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും പിന്നീടാണ് ഇത് ഒരു കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണങ്ങൾ നടത്തവെയാണ് 3 പേർ വന്ന് കീഴടങ്ങുന്നത്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കൊലപ്പെടുത്തുകയായിരുന്നെന്നാണ് ഇവർ ആദ്യം പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ വീണ്ടും തുടർന്നുള്ള പോലീസ് ചോദ്യം ചെയ്യലിലാണ് ഈ കേസ് ദർശനിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ ദർശന്റെ ഫ്ലാറ്റിലേക്ക്, മൈസൂരിലുള്ള ദർശന്റെ ഫാം ഹൗസിലേക്ക് ഇയാൾ എത്തിച്ചിരുന്നു, രേണുകാസ്വാമിനെ എത്തിച്ചിരുന്നു. അതിനുശേഷം അവിടെ വെച്ചാണ് മർദ്ദിച്ചതെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ കൊലപാതകം നടന്നത് ഈ ഫാം ഹൗസിൽ വെച്ചാണോ എന്ന തരത്തിൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. ഈ അശ്ലീല മെസ്സേജുകൾ അയച്ചതിനെ തുടർന്നാണ് എന്തായാലും ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ ദർശൻ ബന്ധപ്പെട്ടിരുന്നു. തുടർന്ന് അയാൾ വഴിയാണ് ഈ രേണുകാസ്വാമിയെ നഗരത്തിലെത്തിച്ചത്. അങ്ങനെയാണ് കൊട്ടേഷൻ സംഘത്തിനെ ഏൽപ്പിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. അതായത് കൊട്ടേഷൻ കൊലപാതകമാണെന്ന് തന്നെ പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ? ഈ ഒരു കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി രേണുകാസ്വാമിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്ന് തന്നെയാണോ നിലവിൽ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്? പോലീസ് നൽകുന്ന വിവരം നിലവിൽ അത് തന്നെയാണ്. എന്തായാലും കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തിടുകയുള്ളൂ എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ അശ്ലീല മെസ്സേജുകൾ അയച്ച് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ ബന്ധപ്പെട്ട് ഇയാളെ നഗരത്തിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് പ്രതികളുമായി ദർശൻ ഇപ്പോഴും നിരന്തരം കോൺടാക്റ്റ് ഉണ്ട് എന്ന തരത്തിലാണ് പോലീസ് വിവരങ്ങൾ നൽകുന്നത്. വ്യക്തമാണ്. കൊലപാതക കേസിലാണ് കന്നഡ സൂപ്പർ താരം ദർശനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രേണുകാസ്വാമി, ചിത്രദുർഗ സ്വദേശി രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു കൊട്ടേഷൻ കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് എത്തിയത്. സ്വാഭാവിക ഒരു ആത്മഹത്യ എന്ന രീതിയിലായിരുന്നു പോലീസിന്റെ തുടക്കത്തിലുള്ള അന്വേഷണമെങ്കിൽ പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ്, അന്വേഷണത്തിലാണ് ഈ കന്നഡ സൂപ്പർ താരം ദർശനിലേക്ക് കേസിന്റെ അന്വേഷണം എത്തിയത്.